മുഹറം മാസം 10 കഴിഞ്ഞിട്ട് വേണമോ വീട് കൂടുന്നതും, ചില ആളുകൾ ബിസിനസ് തുടങ്ങുന്നത്, അതുപോലെ തന്നെ ഷോപ്പ് ഉദ്ഘാടനം കഴിയുന്നത്, വീട് കൂടുന്നത്, വിവാഹം, അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുഹറം 10 കഴിയേണ്ടതുണ്ടോ? അങ്ങനെ 10 കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയാകുമോ? അതല്ലെങ്കിൽ ഈ മുഹറം മാസം ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവിടെ എന്തെങ്കിലും പരാജയങ്ങളോ ആപത്തോ മുസീബത്തോ എത്തുമോ എന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മുഹറം മാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ മുഹറം മാസം പൂർണ്ണമായിട്ടും നോമ്പ് നോറ്റ് സുന്നത്താണ് എന്ന് മാത്രമല്ല, മുഹറം 10 ദിവസം ആദ്യത്തെ 10 ദിവസം നോമ്പ് നോറ്റ് സുന്നത്താണ്. ഈ മുഹറം മാസത്തിൽ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യലും സുന്നത്താണ്. പൂർവികരായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, മഹത്തുക്കളായ ആളുകൾ ഈ മുഹറം മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇബാദത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരായിരുന്നു. ഇങ്ങനെ ഇബാദത്തിന് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമയം. പല ആളുകൾ അങ്ങനെ ഇബാദത്തിലായി, ദിക്റിലായി, നോമ്പിലായി, ഖുർആനത്തിലായി, അതുപോലെ നല്ല സൽക്കർമ്മങ്ങളിലായി, ഇബാദത്തിലായി ഈ 10 ദിവസത്തെ പ്രാധാന്യത്തോടെ കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിവാഹ വേദികളും സൽക്കാരങ്ങളും വീട് കൂടുന്നതും അതുപോലെ തന്നെ കുറ്റിയെടുക്കുന്നതെല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകളെ ഇബാദത്തിനൊരു മുടക്കവും വരും. മാത്രമല്ല ഈ സമയം ഫുള്ളായിട്ട് മുഴുവനായിട്ട് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മൾ വീട് കൂടുന്നതും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് ഉചിതമല്ല, അത്ര നല്ലതല്ല എന്ന് ചിന്തിച്ചിട്ട് കൊണ്ടാണ് ആ മുഹറം 10 ദിവസം കഴിയട്ടെ എന്ന് പൂർവികരായ ആളുകൾ ചെയ്തിരുന്നത്. അതിന്റെ അർത്ഥം ഈ മുഹറം 1 മുതൽ 10 വരെ എന്തെങ്കിലും ആപത്തുണ്ടെന്നോ, നഹ്സിന്റെ ദിവസമാണ് എന്നോ, അതിങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്താൽ ആപത്തുണ്ട് എന്നോ മുസീബത്തുണ്ടെന്നോ എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമായതുകൊണ്ട് അവർ ഇത്തരം ചിന്തകളിലേക്കും ഇത്തരം കാര്യങ്ങളിലേക്കും നമ്മുടെ ആ നല്ല സ്വാലിഹ്യങ്ങൾ ആളുകൾ മുതിരാറില്ല, ചിന്തിക്കാറില്ല. ഇതുകൊണ്ടാണ് മുഹറം 10 കഴിയട്ടെ എന്ന് പറയാനുള്ള കാരണവും മുഹറം 10 കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാരണവും അത് തന്നെയാണ്.